തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ബി.ജെ.പിയെ തോൽപ്പിക്കുന്ന വർഗീയത CPIM പ്രചരിപ്പിച്ചു എന്നാണ് RMP നേതാവ് കെ രമയുടെ പ്രതികരണം. ഇത്തരം നിലപാടുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പോലും ബി.ജെ.പിയിലേക്ക് എത്തിച്ചത്. തിരഞ്ഞെടുപ്പിൽ RMPയുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തമായെന്നും രമ അവകാശപ്പെട്ടു. കോഴിക്കോട് നിന്ന് രതീഷ് ഹോസൈൻ ഡയറക്ട് റിപ്പോർട്ടിലേക്ക്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും RNPയും ജനകീയ മുന്നണിയും അപ്രസക്തമാണെന്ന് CPM പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതാ ഒഞ്ചിയവും ഏറാമലയും ഒക്കെ തിരിച്ച് പിടിച്ചുകൊണ്ട് RNPയും ജനകീയ മുന്നണിയും ജൈത്രയാത്ര തുടരുകയാണ്. ഇപ്പോൾ RNP നേതാവും വടകര MLA കെ രമ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് രമിച്ച് കാണുന്നത്? നല്ല വിജയം, വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എല്ലാ കള്ളപ്രചരണങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും പുറങ്കാലുകൊണ്ട് തള്ളിക്കൊണ്ട് ജനം സ്വീകരിച്ചിരിക്കുകയാണ് ഈ UDFിൻ്റെയും RMPയുടെയും കൂട്ടുകെട്ടിനെ, ജനകീയ മുന്നണി. RMP ഇല്ലാതായി എന്നാണ് എല്ലാ കാലത്തും അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴും ഇനിയില്ല, പല ആളുകളും തിരിച്ചു വന്നു എന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണാൻ CPM നേതാക്കന്മാർക്ക് കഴിയണം. തെറ്റുപറ്റിയത് എന്താണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാനും അതിന് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയാനും അവർ തയ്യാറാകണം. ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ് കാണാൻ സാധിച്ചത്. തിരഞ്ഞെടുപ്പാണല്ലോ ഏറ്റവും പ്രധാനമായത്, അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയം പറയാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്ന CPMനെ കാണുന്നു. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായത് ഒഞ്ചിയം പോലുള്ള ഒരു പഞ്ചായത്തിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ CPM തയ്യാറായി എന്നത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയാണ്. രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് അവരങ്ങനെ വന്നത്. ആ തിരിച്ചടി കൂടി കാണേണ്ടതാണ്. CPM നേതാക്കന്മാർ കാണണം. അത് TPയുടെ രാഷ്ട്രീയം ശക്തമാണ്, അത് തുടരുന്നു എന്ന് തന്നെയാണല്ലേ ഈ കാര്യങ്ങൾ? ഒരു സംശയം വേണ്ട. അത് ഒഞ്ചിയത്ത് മാത്രമല്ല, എത്രയിടത്തിൽ RMP ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എന്നത് കാണാം. കുന്നംകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മണിയൂർ, വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നേരത്തെ ഇല്ലാത്ത സ്ഥലങ്ങൾ തിരിച്ചു വരാൻ, പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മതേതര ചേരിക്ക് ഭീഷണിയായിക്കൊണ്ടുള്ള BJPയുടെ വളർച്ചയെ നമ്മൾ കാണാതിരുന്നു. അത് വളരെ അപകടകരമാണ്. വളരെ ആശങ്കയോടുകൂടി കാണേണ്ടതും ഗൗരവത്തിൽ കാണേണ്ടതാണ്. മതേതര മുന്നണിക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു. BJPയുടെ തിരിച്ചുവരവ് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. കെ രമയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.